എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു സിമ്പിൾ വെണ്ടക്ക മെഴുക്ക് വരട്ടി കാണിച്ചു തരാം. ഇതിനൊരു 250 ഗ്രാംസോളം വെണ്ടക്ക ഞാൻ ഒരു 1 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. മെയിനായിട്ട് പെപ്പർ, ഉപ്പ്. പെപ്പർ നല്ലോണം ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നല്ലോണം പെപ്പർ വേണം. ഞാനിതിൽ പച്ചമുളകൊന്നും ഇടാത്തതുകൊണ്ട് പെപ്പറാണ് എൻ്റെ ഹീറ്റിനുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ലൈമ്, പിന്നെ വെളിച്ചെണ്ണ. സോ ഒരു 4 ഇൻഗ്രീഡിയൻസേ ഇതിന് ആവശ്യമുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും കരിവേപ്പിലയും ആഡ് ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ ഉപ്പിട്ടിട്ട് വേവിക്കുകയാണ്. പച്ചമുളക് ഇടുന്നവർ ഇപ്പം വെണ്ടയ്ക്കേൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ഇട്ടിട്ട് വേവിക്കുക. എനിക്കിവിടെ ഈ പെപ്പറും വെളിച്ചെണ്ണയും ലൈമും ലാസ്റ്റിലേക്കേ വേണ്ടുള്ളൂ. ഈ ലൈം യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത് ഈ വെണ്ടയ്ക്കേൻ്റെ അകത്തുള്ള ഒരു സ്ലൈമിനെസ് ഇല്ലേ, അത് കുറഞ്ഞു കിട്ടാനെന്നാണ് പറയാം. ലൈമിന് പകരം തക്കാളിയോ പുളിയോ തൈരോ എല്ലാം ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. ആ സ്ലൈമിനെസ് കുഴപ്പമില്ലാത്തവർക്ക് ഇത് ആഡ് ചെയ്യണമെന്നുമില്ല. ഇതൊരു പുളിയോടെ കഴിക്കുമ്പോൾ ഒരു വെണ്ടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊന്ന് പകുതി മുക്കാൽ വെന്ത് കഴിയുമ്പം അതിലേക്ക് നമുക്ക് പെപ്പർ ഇടാം. പിന്നെ ലൈം പിഴിഞ്ഞൊറ്റിക്കുക. ഈ സമയത്താണ് ലൈമിന് പകരം പുളിയ ഒഴിക്കുന്നതെങ്കിൽ അതിടുക. തക്കാളി ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇട്ടോ, അപ്പോൾ തക്കാളി വെന്ത് കിട്ടണമല്ലോ. തൈരാണെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി. അതൊന്ന് വറ്റിച്ചെടുക്കാം. ഡ്രൈ ആകുമ്പോഴത്തേക്ക് ആ ഒരു വഴുവഴുപ്പ് കുറേ ഭാഗം കുറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നിറയെ എണ്ണ ഇട്ട് ചെയ്താലും ഈ വഴുവഴുപ്പ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ അധികം എണ്ണ ഇടുന്നില്ല. ലാസ്റ്റിൽ ആ മെഴുക്ക് വരട്ടിക്കുള്ള ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇട്ടതേ ഉള്ളൂ. ഇപ്പോൾ കരിവേപ്പില ഇട്ടാൽ നല്ല ഉണ്ടാവും. എൻ്റെ അടുത്ത് കരിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. കുറച്ചുകൂടെ വറ്റിക്കോട്ടെ. ഇപ്പോൾ റെഡിയായി. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളാണ്. താങ്ക്സ്.